ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട എംഎൽഎമാരുമായി മുൻമന്ത്രി വിക്രമാദിത്യ സിംഗ് കൂടിക്കാഴ്ച നടത്തി. ഹരിയാനയിലെ പഞ്ച്പൂരിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയിൽ 2 എംഎൽഎമാർ വിട്ടുനിന്നതായി സൂചന. അതേസമയം എംഎൽഎമാരെ അയോഗ്യരാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ 24-നോട്. അയോഗ്യരായ എംഎൽഎമാർ BJPക്കൊപ്പമുണ്ടാകും. കോൺഗ്രസിൽ അതൃപ്തരായ നിരവധി പേരുണ്ടെന്നും സുഖ്വീന്ദർ സിംഗ് സർക്കാർ 5 വർഷം തികയ്ക്കില്ലെന്നും ജയറാം ഠാക്കൂർ പറഞ്ഞു. This is very unfortunate. Totally undemocratic procedure was adopted. They were not given opportunity to hear. So that was the reason. That's why we are opposing their decision. We are saying that at least opportunity should be given to everyone. So are you welcoming the MLAs in BJP? They are. They will be in BJP definitely. We will stand with them. Definitely, Congress government is not going to survive because they have lost their mandate. ഹിമാചൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി അനിരുദ്ധ് സിംഗ് 24-നോട് പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള BJPയുടെ തന്ത്രം പരാജയപ്പെട്ടുവെന്നും അനിരുദ്ധ് സിംഗ് പറഞ്ഞു. Yeah, there was no issues. It was only misunderstandings. Everything has been resolved. The observers have come far away from Karnataka and Haryana. And in one house, if there are 2 brothers, they are also not happy. And the parents find it difficult to keep them together. Congress is a very big party. Everything has been sorted out. And I am pretty sure that 5 years it will go smooth. BJP has always been on some other mischief in every state. So I suggest them to take care of their own party and their own home. ഷിംലയിൽ നിന്ന് നിതിൻ അംബുജനും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാറും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഈ വിക്രമാദിത്യ സിംഗിന്റെ കൂടിക്കാഴ്ച ആർക്കു വേണ്ടിയിട്ടാണ്? വേണു, ഹരിയാനയിലെ പഞ്ച്പൂരിൽ ഹോട്ടലിൽ കഴിയുന്ന 6 MLAമാർ അയോഗ്യ നിതിൻ അംബുജൻ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. ഇപ്പോൾ ഈ വാർത്തയുടെ അവലോകനത്തിനായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാർ ഉണ്ട്. ദിലീപ്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ പ്രതിസന്ധി തൽക്കാലത്തേക്ക് മാത്രം തീർന്നു എന്നാണോ ഇപ്പോഴും തുടരുന്ന നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? വേണു, പ്രതിസന്ധി ഇപ്പോഴും പൂർണ്ണമായും വിട്ടകന്നിട്ടില്ല എന്ന് തന്നെയാണ് പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ക്രൈസിസ് മാനേജർ DK ശിവകുമാർ അവകാശപ്പെട്ടിരുന്നത് ഹിമാചൽ പ്രദേശിൽ കാര്യങ്ങളെല്ലാം സുഗമമായി എന്നാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര സുഗമമല്ല, ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന നിലയിലേക്കാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. രാജിവെച്ച പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം തൻ്റെ രാജിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. മുൻ മുഖ്യമന്ത്രിയും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് നേതാവുമായിരുന്ന വീർഭദ്ര സിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുമായെല്ലാം ചർച്ച നടത്തിയതിനു ശേഷം, കോൺഗ്രസ് നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പാഞ്ച്കുലയിൽ എത്തി അവിടെ ഈ 6 MLAമാരുമായി കോൺഗ്രസിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട, നിയമസഭയിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട 6 MLAമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. എന്താണ് വിക്രമാദിത്യ സിംഗിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്നറിയാൻ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൗതുകത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഈ 6 MLAമാർ ഇപ്പോൾ അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്. ഹൈക്കോടതിയെ സമീപിക്കുന്നതിനുള്ള പെറ്റീഷൻ തയ്യാറാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഈ 6 MLAമാർ. ഇവർക്കൊപ്പമാണ് വിക്രമാദിത്യ സിംഗ് ചർച്ച നടത്തിയത്. നേരത്തെ തന്നെ ശക്തമായ അഭ്യൂഹമുണ്ടായിരുന്നു. ഈ 6 MLAമാർ വിക്രമാദിത്യ സിംഗിനെ അനുകൂലിക്കുന്നവരാണ്. വിക്രമാദിത്യ സിംഗുമായി ചർച്ച നടത്തിയാണ് ഈ 6 MLAമാർ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ എതിർ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് എന്ന ശക്തമായ അഭ്യൂഹമുണ്ട്. വിക്രമാദിത്യ സിംഗിൻ്റെ മാതാവ് പ്രതിഭ സിംഗ് ഇന്നലെ നടന്ന ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ 6 MLAമാരെ അയോഗ്യരാക്കിയതിലുള്ള അതൃപ്തി പ്രതിഭ സിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഹിമാചൽ പ്രദേശിൽ ഇപ്പോഴും സ്ഥിതി സങ്കീർണമായി തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് തുടരുകയാണ്. ശരി, നിതിൻ അംബുജനും ഷിംലയിൽ നിന്ന് ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. നിതിൻ, ഈ വിക്രമാദിത്യ സിംഗ് വിമത MLAമാരുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായല്ലോ, അത് ആർക്കു വേണ്ടിയാണ്? കാരണം ഇപ്പോഴും BJP കളത്തിൽ നിന്ന് മാറിയിട്ടില്ല. നിയമയുദ്ധത്തിൻ്റെ സാധ്യത ആർക്കനുകൂലമാകുമെന്നതും പ്രവചനാതീതമാണ്. ഈ ഘട്ടത്തിൽ വിക്രമാദിത്യ സിംഗിൻ്റെ ഇപ്പോഴത്തെ ഈ ചർച്ച നൽകുന്ന സൂചന എന്താണ്?
വേണു 6 MLA-മാരെ അയോഗ്യരാക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് പ്രതിഭ സിംഗ് ആയിരുന്നു. നേരത്തെ തന്നെ MLA-മാർ ഉന്നയിച്ച ആശങ്കകളെല്ലാം തന്നെ കേട്ടിരുന്നെങ്കിൽ, നേതൃത്വം പരിഗണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണമാകില്ലെന്നായിരുന്നു പ്രതിഭ സിംഗിന്റെ പ്രതികരണമുണ്ടായത്. അതിനുശേഷമാണ് കേന്ദ്ര നിരീക്ഷകർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വസതിയിലും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് വിക്രമാദിത്യ സിംഗ് ഇപ്പോൾ ഹരിയാനയിലെ പഞ്ച്കുളിലെത്തി MLA-മാരുമായി അയോഗ്യരാക്കപ്പെട്ട MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മനസ്സിലാക്കുന്ന പ്രകാരം 6-ൽ 4 MLA-മാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 2 പേർ വിട്ടുനിൽക്കുകയാണ്. എന്തായാലും ഈ വിമതരെ ഒപ്പം നിർത്താനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കേന്ദ്ര നിരീക്ഷകരുടെ ഒരു നിർദ്ദേശപ്രകാരമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ വിമതരെ ഒപ്പം നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മറ്റു ഭീഷണികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു കൂടിക്കാഴ്ച തന്നെ മനസ്സിലാക്കുന്നു. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ച പോലെ തന്നെ വിക്രമാദിത്യ സിംഗിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന MLA-മാരാണ് 6 MLA-മാരും. അവർ പിന്നീട് BJPക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം അയോഗ്യരാക്കപ്പെട്ടതിന് പിന്നാലെ വലിയ വിമർശനം, അതൃപ്തി അടക്കം തന്നെ പ്രതിഭ സിംഗ് ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ MLA-മാർ ഉന്നയിച്ച ആശങ്കകളെല്ലാം തന്നെ ഒരുപക്ഷെ ഇന്നലത്തെ ചർച്ചയിൽ വിക്രമാദിത്യ സിംഗ് കേന്ദ്ര നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിലടക്കം അത് ഉന്നയിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് തന്നെയാണ് കേന്ദ്ര നിരീക്ഷകർ നൽകിയ വിവരം. ഇനി അത്തരമൊരു തെറ്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകില്ല എന്നും DK ശിവകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിമതരെ ഒപ്പം നിർത്താനുള്ള നീക്കം വിക്രമാദിത്യ സിംഗിന്റെ ഭാഗത്തും നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നും മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJP ഇപ്പോൾ സജീവമായി തന്നെ ഈ വിമതരെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ 24 വ്യക്തമാക്കിയത് MLA-മാർ ക്കൊപ്പം BJP എന്നും ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് വിമതരെ ഒപ്പം നിർത്താനുള്ള നീക്കം BJP സജീവമായി നടന്നു വരുന്നു. നമുക്കറിയാം 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വിമതരുടെ ഭീഷണി BJP സംബന്ധിച്ച് തലവേദനയാണെന്ന് വ്യക്തമായിരുന്നു. ഒരുപക്ഷെ BJPക്ക് അധികാരം നഷ്ടപ്പെടുന്നതിൽ BJPയിൽ ഉണ്ടായ വിമത ശബ്ദം തന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണമായത്. അതുകൊണ്ട് ഹിമാചൽ രാഷ്ട്രീയത്തിൽ വിമതരുടെ ഭീഷണി എപ്പോഴും അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിമതരെ ഒപ്പം നിർത്താനുള്ള നീക്കം BJPയും ഇപ്പോൾ നടത്തി വരികയാണ്. ശരി, വാർത്തയുടെ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഷിംലയിൽ നിന്നും, വാർത്തയുടെ വിശകലനവുമായി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നുമാണ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.